لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين اتقوا الله عباد الله ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽവറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മോട് ഏറെ സ്നേഹവും കാരുണ്യവുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങളും സങ്കടകരമായി കൊണ്ടുള്ള നിമിഷങ്ങളും ഉണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യരായ നമ്മളെല്ലാവരും സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന ആളുകളാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിലാകട്ടെ, നമ്മുടെ കുടുംബ ജീവിതത്തിലാകട്ടെ, സാമൂഹിക മേഖലകളിലാകട്ടെ, പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളും വിഷമങ്ങളും വ്യാധികളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും. വിശ്വാസികളുടെ ജീവിതത്തിലുടനീളം അല്ലാഹുവിനെ സൂക്ഷിക്കാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളാണ്. അഥവാ അതൊന്നും ആരും അറിയുന്നില്ല എന്ന് കരുതി, ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കരുതി തിന്മയിലൂടെ ജീവിതത്തെ തള്ളി നീക്കുന്ന ആളുകൾ. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്ബിന്റെ ദീനിനെ നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളത്. അഥവാ അങ്ങനെ റബ്ബിന്റെ ദീനിനെ നമ്മൾ മുറുകെ പിടിച്ചാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ധന്യമാക്കുവാൻ സാധ്യമാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൂലോക ജീവിതം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുവാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഈ ഒരു ചിന്ത ആദ്യമായി നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്നാൽ സ്വാഭാവികമായും നമ്മുടെ ജീവിതം സന്തോഷകരമാക്കാൻ നമുക്ക് സാധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, الذي خلق الموت والحياة ليبلوكم
അയ്യുകും അഹ്സനു അമല. എത്ര സന്തോഷം നൽകുന്ന വാചകമാണ് പ്രിയപ്പെട്ടവരെ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും. ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചവനാണ് ആ റബ്ബ്. എന്തിനു വേണ്ടിയിട്ടാണ്? ലിയബ്ലുവകും, നിങ്ങളെ സന്തോഷിപ്പിക്കാനല്ല, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി. അയ്യുകും അഹ്സനു അമല, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നറിയാൻ. നോക്കൂ പ്രിയപ്പെട്ടവരെ, രാവിലെ സുബഹി ജമാഅത്ത് കൃത്യമായി നിർവഹിച്ച വ്യക്തി, ളുഹർ നമസ്കാരം കൃത്യമായി നിർവഹിച്ച വ്യക്തി, ഓരോ നമസ്കാരങ്ങളും കൃത്യമായി റബ്ബിന്റെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി, അവൻ എന്തിനു ഭയപ്പെടണം? അവൻ ആരെ പേടിക്കണം? ഇതൊന്നും ചെയ്യാത്ത വ്യക്തിയാണെങ്കിലോ അവൻ ഭയപ്പെടണം, അതാണ് ശിക്ഷ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പരീക്ഷണത്തിന്റെ കലവറയിൽ ധന്യനായി തീരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധ്യമാകണം. നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അല്ലെങ്കിൽ അങ്ങാടികളിലൂടെ നടക്കുമ്പോ നമ്മുടെ കൂട്ടുകാരൻ അവന്റെ വരുമാന മാർഗത്തെ കുറിച്ചും അല്ലെങ്കിൽ അവൻ വരുമാനം ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പ്രയാസമാണ്. പഠിച്ചവനെ, ഇക്കൊന്നും കിട്ടിയില്ലല്ലോ, എന്നെ വല്ലാത്ത പരീക്ഷിച്ചല്ലോ, ഞാൻ ദീനിയായി നടക്കുന്നുണ്ടല്ലോ, എന്റെ എനിക്കൊന്നും ഇത്ര സമ്പത്തില്ലാത്ത എന്ന് കരുതി പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും സങ്കടകരമാകേണ്ടതില്ല. അല്ലാഹു പറയുന്നതായോ, പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയാണ്, ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا. അവരിൽ മനുഷ്യരിൽ പല ആളുകൾക്കും നാം 5 ജീവിതാലങ്കാരം വ്യത്യസ്തമാക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രൂപത്തിലായിരിക്കും. ചില ആളുകളുടെ നല്ല വരുമാനം ഉണ്ടാകും, അയാൾക്ക് എന്താ കാട്ടേണ്ടത് എന്നറിയില്ല. ചില വ്യക്തികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നുണ്ടാകും. അതാണ് പരീക്ഷണമാണ്. അല്ലാഹു പറഞ്ഞ വാക്കെന്തായോ, വലാ തമുദ്ദന്ന ഐനൈക, നിന്റെ കണ്ണിനെ നീ അതിലേക്ക് നീ പായിക്കരുത്. എങ്ങനെ? എനിക്കൊന്നും കിട്ടിയില്ല, അവർക്ക് കുറെ കൊടുത്തു, അല്ലെ അയാൾക്ക് കുറെ ഉണ്ട് എന്ന് വിചാരിച്ച് നീ എന്ത് ചെയ്യരുത്? നിന്റെ കണ്ണിനെ നീ പായിപ്പിക്കരുത്. ലിനഫ്തിനഹും ഫീഹി, അതിലൂടെ നാം അവരെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. സമ്പത്തുള്ള ആളുകളൊക്കെ ഏറെ പേടിക്കണം, ഏറെ പേടിക്കണം. അല്ലാഹുവിന്റെ ചോദ്യം പ്രിയപ്പെട്ടവരെ, മനുഷ്യ എവിടെ നിന്നാണ് നീ സമ്പാദിച്ചത്? സമ്പാദിക്കാൻ പല മാർഗങ്ങളുണ്ട്. പക്ഷെ ഇസ്ലാം പഠിപ്പിച്ച മാർഗത്തിൽ സമ്പാദിച്ചവർക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധ്യമാവുകയുള്ളൂ. മനുഷ്യ എങ്ങനെയാണ് നീ ഇതിനെ ചെലവഴിച്ചത്? അല്ലാഹുവിന്റെ മാർഗത്തിൽ നീ ചെലവഴിച്ചോ? അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി നീ ചെലവഴിച്ചോ എന്ന് റബ്ബിന്റെ ചോദ്യം നാളെ പരലോകത്ത് പ്രിയപ്പെട്ടവരെ, സാമ്പത്തികമായി ക്രയവിക്രയം ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നാളെ വരാനുണ്ട് എന്നുള്ളത്. അപ്പൊ കൊടുക്കുമ്പോ എന്ത് വേണ്ട, മനസ്സിലൊരു പ്രയാസം തോന്നണ്ട, പക്ഷേ ഇതൊക്കെ തീർന്നു പോകുമോ, ഇതൊക്കെ കൊഴിഞ്ഞു പോകുമോ എന്നുള്ള പേടി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, കൊടുക്കുന്നതിനനുസരിച്ച് അല്ലാഹു നിന്റെ സമ്പത്തിൽ അഭിവൃദ്ധി തരും. പരിശുദ്ധ ദീൻ ഇസ്ലാം പഠിപ്പിച്ചത് നീ കൊടുത്തോ നിന്റെ സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. ശൈത്താൻ പഠിപ്പിച്ചതോ കൊടുക്കണ്ട, കുറഞ്ഞു പോകും. അല്ലേ? എത്ര സത്യമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരാൾക്ക് ഏറ്റവും വലിയ ധന്യനായി ജീവിക്കുവാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗ്ഗം നോക്കൂ. വഖദിമാ ഖസമല്ലാഹു ലക തകുൻ അഅലന്നാസ്. അല്ലാഹു നിനക്ക് നൽകിയതിൽ നീ തൃപ്തിപ്പെടുക. നിന്റെ ജീവിത വരുമാനം അത്രയാണോ, നീ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലാഹുവിന് പൊരുത്തപ്പെട്ട് നല്ല വിനയാനിതനായി ജീവിക്കുന്ന ഒരു അടിമയായി നീ ജീവിക്കുക. തകുൻ അഅലന്നാസ്, എന്നാൽ നിനക്ക് ധന്യനായി തീരാം. എത്ര വലിയൊരു സമാധാനത്തിന്റെ വാചകമാണ് അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചിരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് കൊലപാതകങ്ങൾ വർദ്ധിക്കുവാനുള്ള കാരണം, എന്റെ മോഷണങ്ങൾ വർദ്ധിക്കുവാനുള്ള
സമ്പത്താണ്. സാമ്പത്തികമായ അഭിവൃദ്ധി മനുഷ്യനെ, അവന്റെ ചിന്തകളെ, അവന്റെ ബാധ്യതകളെ ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും സമ്പാദിക്കണം. മനുഷ്യ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ എത്ര കോടിക്കണക്കിന് പൈസ സമ്പാദിച്ചു, സക്കാത്ത് കൊടുത്തില്ല, സ്വതക്ക കൊടുത്തില്ല, ബാധ്യതകൾ നിർവഹിച്ചില്ല. ഈ സമ്പത്തൊക്കെ നമ്മൾ നാളെ കൊണ്ടുപോകും. ഒരാൾ പോലും കൊണ്ടുപോകുന്നില്ല അല്ലേ? നമ്മുടെ ഖബറിൽ ആരും വന്ന് കൊണ്ടുവെക്കുന്നില്ല. അപ്പൊ അത്രയേറെ നിസ്സാരമായ മനുഷ്യരായ നമ്മൾ, പ്രിയപ്പെട്ടവരെ, ധന്യനായി തീരാൻ അല്ലാഹു നമുക്ക് നൽകിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാണ്. നോക്കൂ നിങ്ങൾ, അങ്ങനെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത ഈ ദുനിയാവ് നശ്വരമാണ് എന്നുള്ള ചിന്തയാണ്. ദുനിയാവ് നശ്വരമാണ്. നമ്മൾ ഇന്ന് രാത്രി വൈകുന്നേരം കിടക്കാനിരിക്കുന്ന സന്ദർഭം, പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര സുഖത്തിലാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. സുന്ദരമായ മുട്ടയിൽ AC ഒക്കെ ഓണാക്കി, ഫാനൊക്കെ ഓണാക്കി, നല്ല വിരിപ്പൊക്കെ വിരിച്ച് അല്ലേ നമ്മൾ കിടക്കും. നോക്കിയേ നിങ്ങൾ, നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദപ്പനയുടെ കട്ടിലിൽ കിടന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്ത് പാടുകളുടെ സ്വഹാബ്, ഈ ദപ്പനയുടെ ഇങ്ങനെ പാടുകളെ ചാലിച്ച് ഒഴുകിയ രൂപത്തിൽ ഇങ്ങനെ പുറത്ത് നിന്ന് കണ്ടപ്പോ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങക്ക് കിടക്കാൻ ഞങ്ങളുടെ നൂതനമായ ഒരു കിടക്ക ഞങ്ങൾ സംഘടിപ്പിച്ചു തരട്ടെ. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഞാൻ ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണ് എന്നുള്ളത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ച ത്യാഗങ്ങൾ എത്രയാണ്. നമ്മുടെ നാടുകളിൽ ഇന്ന് എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം, എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം നിങ്ങൾക്ക് ധന്യമാകാൻ കഴിയും. എല്ലാവിധ ലഹരി വസ്തുക്കളോടും വിട പറയാൻ നമ്മുടെ മക്കൾക്കൊക്കെ സാധിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ സർക്കാർ ഒരു നിയമം പാസാക്കി. നമുക്ക് അറിഞ്ഞിട്ടുണ്ടാകും, ഒരു ഡാൻസ്, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഡാൻസ് കളിക്കുക. ഇതിലൂടെ എല്ലാ ലഹരിയുടെ പ്രയാസങ്ങളും മാറുമെന്ന് അവർ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എവിടെ നിന്നാണ് ഇത് സംഭവിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ചില നിയമങ്ങളും ചില നിർദ്ദേശങ്ങളും ഉണ്ട്. ആ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും യാതൊരുവിധ പ്രാധാന്യം കൊടുക്കാതെ ഇസ്ലാം പഠിപ്പിച്ചതിന് നേരെ വിപരീതമായി കൊണ്ടുള്ള അധ്യാപനങ്ങൾ കൊണ്ടുവന്നാൽ സ്വാഭാവികമായും സംഗീതത്തിന്റെ മുമ്പിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പൊന്നോമന മക്കൾ എവിടെ നിന്നാണ് ലഹരിയോട് വിട പറയുക? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, കുല്ലു മുസ്കിരിൻ ഹറാം. മത്തുണ്ടാക്കുന്നതെല്ലാം, അത് ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധമാണ് എന്നാണ്. അത് പൊടിയാണെങ്കിലും, അത് ഇഞ്ചക്ഷൻ ആണെങ്കിലും, അത് മറ്റുള്ള ഏത് രൂപത്തിലുള്ളതാണെങ്കിലും പ്രിയപ്പെട്ടവരെ അപകടമാണ്. മദ്യപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് എന്ത് സമാധാനമാണ് ഉണ്ടാവുക? മദ്യപിച്ച് അയാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വ്യക്തിയുടെ വീട്ടുകാർക്ക് എന്ത് സമാധാനമാണ് പ്രിയപ്പെട്ടവരെ ഉണ്ടാവുക? ഇല്ലല്ലോ. അതുപോലെ തന്നെ ഇസ്ലാം വിരോധിച്ച സംഗീതം ആസ്വദിച്ചുകൊണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂർ നേരം പ്രത്യേകമായ ഒരു വസ്ത്രത്തിലൂടെ ഉടനീളം ചാടിക്കളിച്ചാൽ എവിടെ നിന്നാണ് ലഹരി മാറി നിൽക്കുക? ഇവിടെ നമ്മുടെ മക്കളെ കൃത്യമായി കൊണ്ട് ബോധവൽക്കരണം നടത്തൽ നമ്മുടെ അനിവാര്യമാണ്, ഘടകമാണ്. നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംതൃപ്തകരമായ ജീവിതത്തിന്റെ ചില വഴികളെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നോക്കൂ നിങ്ങൾ, എത്ര വലിയ ഉപദേശമാണ് നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ നമ്മളൊക്കെ സ്വലാത്ത് ചൊല്ലണട്ടോ. അല്ലെങ്കിൽ ആളുകൾ പലവിധ തെറ്റിദ്ധാരണയാണ്. ഇന്ന ആളുകൾക്ക് സ്വലാത്തില്ല, ഓൾക്ക് ദിക്റില്ല, ഓൾക്ക് വിശ്വാസത്തിനോട് സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകൾ കാണാൻ കഴിയും. അതൊക്കെ ആളുകൾ വെറുതെ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്ത വ്യക്തിക്ക് നാളെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. അല്ലാഹു നമ്മൾക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു,
മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി, നിങ്ങൾ ഒരാൾ തന്റെ സമൂഹത്തിൽ സുരക്ഷിതനായി കൊണ്ട് കഴിയുകയാണോ? ഒരു പ്രശ്നമില്ല, ഒരാളെയും പേടിക്കാതെ നല്ല സുരക്ഷിതനായി കൊണ്ട് കഴിയുകയാണോ? മുആഫൻ ഫീ ജസദിഹി, അവന്റെ ശരീരത്തിൽ അവർക്ക് സൗഖ്യമുണ്ട്, സന്തോഷമുണ്ട്, അവരുടെ കൈകാലുകൾക്കൊന്നും കുഴപ്പമില്ല, ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് നടക്കാൻ, ഓടാൻ, ചാടാൻ എല്ലാം അവർക്ക് കഴിയുന്നു. അന്നത്തേക്കുള്ള ഭക്ഷണമുണ്ട്. അങ്ങനെ അവർക്ക് നേരെ പുലരുവാനുള്ള ഒരു അവസരം ലഭിച്ചാൽ മൂന്ന് കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താണ് പ്രിയപ്പെട്ടവരെ? സമൂഹത്തിൽ സുരക്ഷിതനായി ജീവിക്കുക, ശാരീരികമായി കൊണ്ടുള്ള സൗഖ്യം ഉണ്ടാവുക, അന്നത്തേക്കുള്ള ഭക്ഷണം കഴിക്കാൻ ഉണ്ടാകുക. അങ്ങനെ ഉണ്ട് എങ്കിൽ അവൻ ആ രൂപത്തിൽ അവനെ കഴിച്ചു കൂട്ടി അവനക്ക് ഒരു നേരം പുലരുവാനുള്ള ഒരു അവസരം അവനക്ക് ലഭിച്ചാൽ അവർക്ക് ലോകം മുഴുവൻ കീഴ്പ്പെട്ടവരെ പോലെയാണ് ആ വ്യക്തി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് കഴിക്കാനുള്ള ഭക്ഷണം നമുക്കുണ്ടോ? നമ്മൾ ഭാഗ്യവാനാണ്, നമ്മൾ ഭാഗ്യവാനാണ്. നമ്മൾ അതിൽ സങ്കടപ്പെടേണ്ടതില്ല, ഉള്ളത് വെച്ച് നമ്മൾ ഭക്ഷിക്കുക. അതുപോലെ തന്നെ ശാരീരികമായ സൗഖ്യം നമുക്കുണ്ടോ? നമ്മൾ ഭാഗ്യവാന്മാരാണ്. പ്രിയപ്പെട്ടവരെ, സുരക്ഷിതനായി നമ്മൾ ജീവിക്കുന്നുണ്ടോ? നമ്മൾ ഭാഗ്യവാന്മാരാണ്. എത്ര നാടുകളിൽ നമ്മൾ വാർത്തകൾ കേട്ടു, യുദ്ധത്തിന്റെ ഭീതിയിൽ കഴിയുന്ന ആളുകളിലെ ഏത് നിമിഷവും മരണപ്പെട്ടു പോകും, ഏത് നിമിഷവും എന്റെ മരണം സംഭവിക്കും എന്ന് കരുതി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ പ്രിയപ്പെട്ടവരെ? ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ട് എങ്കിൽ സങ്കടത്തിന്റെ, വിഷമത്തിന്റെ വാക്ക് നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉൻദുറൂ ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നിങ്ങൾ നോക്കുക. നമുക്ക് കുറച്ചൊക്കെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടെങ്കിൽ നമ്മളെക്കാൾ സാമ്പത്തികമായി ഭദ്രത ഒന്നും ഇല്ലാത്ത ആളുകളിലേക്ക് നമ്മൾ നോക്കുക, അല്ലെ? നമ്മുടെ വീട് ഇപ്പൊ നല്ല ടെറസൊക്കെ ഉള്ള വീടാണെങ്കിൽ ഒരു ഓട് മേഞ്ഞ വീട്ടിൽ നമ്മൾ ഇങ്ങനെ നോക്കുക, ആ പഠിച്ചവനെ ഞാൻ എത്ര ഭാഗ്യവാനാണ്, എന്റെ വീട് എത്ര സുന്ദരമാണ്, അയാൾക്ക് അത്ര ഒന്നുമില്ലല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വലാ തൻദുറൂ ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങൾ നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കാൻ പാടില്ല. നമ്മളെക്കാൾ 4 നിലയുള്ള വീട്, നല്ല കെട്ടിടം, നല്ല വാഹനം, നല്ല സൂപ്പർ മാർക്കറ്റ്, മറ്റു സൗകര്യങ്ങളുള്ള വലിയ ബിസിനസ് നടത്തുന്ന ആളുകളില്ലേ, അവരിലേക്ക് നമ്മൾ നോക്കരുത്. എന്താ കാരണം അറിയോ? അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ വില കുറച്ചു കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെക്കാൾ മുകളിലുള്ള ആളുകളിലേക്ക് നോക്കിയാൽ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകും, നമ്മുടെ സംസ്കാരം ശരിയാവില്ല, നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ ശരിയാവുകയില്ല. പിന്നെ നമ്മൾ ചില കുറുക്കു വഴികൾ സ്വീകരിക്കും, അതേപോലെ എത്താൻ ആ കുറുക്കു വഴികളാകുന്ന ഒരു പക്ഷേ മോഷണം പോലെയുള്ള, അതുപോലെ തന്നെ ഇസ്ലാം പഠിപ്പിക്കാത്ത മേഖലയിലേക്ക് നമ്മൾ കടന്നു പോകും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിച്ച് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുവാനാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അവർക്കാണ് നാളെ പരലോകത്തെ രക്ഷയുള്ളത് എന്നാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണം, നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ച പരീക്ഷണങ്ങളൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ഏറെ സ്ഥാനം പിടിച്ച ഒരു സഹാബിയാണ്. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും സുന്ദരമായി ബാങ്ക് വിളിക്കുന്ന വ്യക്തിയായിരുന്നു മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമയമായാൽ പറയും, യാ ബിലാൽ ഇർകഅ ഹാദിഹിൽ കഅബത്തുൽ ഉൽയ, ബിലാലെ ബാങ്ക് വിളിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ബാങ്കിനെ പൂർത്തീകരിക്കുവാൻ പ്രിയപ്പെട്ടവരെ സാധ്യമാകുന്നില്ല. ആ പേര് കേൾക്കുമ്പോൾ അവിടുന്ന് വിടുക്കുകയാണ്, പറയാൻ കഴിയാതെ. ആ ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ കാരണത്താൽ ബിലാലിന്റെ യജമാനൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അങ്ങേയറ്റം പീഡിപ്പിക്കുകയാണ്. എന്താണെന്നറിയോ? ചുറ്റുപഴുത്ത മരുഭൂമിയിൽ കൊണ്ടുപോയി കിടത്തുകയാണ്.
മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. നമ്മൾ ആലോചിക്കണം, ഒരല്പനേരത്തെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ എന്താണ് സഹിച്ചത്? നാളെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനും സ്വഹാബത്തിനും അള്ളാഹുവിന്റെ മുമ്പിൽ നിരവധി കാരണങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കാനുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഞാൻ നിങ്ങളും നാളെ റബ്ബിന്റെ മുമ്പിൽ എന്തു പറയും? അല്ലാഹുവേ, നിന്റെ ദീനിനു വേണ്ടി ഞാൻ ഇന്ന കാര്യം ചെയ്തു എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആ ചുട്ടുപഴുത്ത മരുഭൂമിയിൽ കിടത്തി ഭാരമുള്ള കല്ലുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കെട്ടിവെക്കുക, എന്നിട്ട് ഇരു ദിശയിലേക്കും ആഞ്ഞു വലിക്കുക. യജമാനൻ ചോദിക്കുന്നുണ്ട്, ബിലാലെ, മാറ്റത്തിന് നീ തയ്യാറുണ്ടോ? നീ സ്വീകരിച്ചിട്ടുള്ള ആദർശത്തിൽ നിന്ന് മാറാൻ നീ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കറുത്തവനായ വിരൂപിയായ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്ന് വരുന്ന വാചകം എന്തെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്നുള്ള വചനമാണ്. ആദർശത്തിൽ ഉറച്ചു നിന്ന മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അവരൊക്കെ അനുഭവിച്ച ആ ഒരു പരീക്ഷണത്തിൽ അത്രയൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്ലാഹുവിനെ സ്തുതിച്ച് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കാൻ നമുക്ക് കഴിയും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പിന്നെ പ്രയാസങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഒരു ആയിരക്കണക്കിന് നൂറുകണക്കിന് നമ്മുടെ പ്രയാസങ്ങൾ പറയാതെ അൽഹംദുലില്ലാഹ് എന്ന് മനസ്സ് തുറന്ന് പറയാൻ നമുക്ക് സാധ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ മുന്നോട്ട് നീങ്ങുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പള്ളിയിലെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പ്രവേശിച്ചാൽ ഇമാം ഖുതുബ അല്ലെങ്കിൽ ഖതീബ് ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് വരണം നമ്മൾ ഇരിക്കാൻ. അതുപോലെ തന്നെ എത്രയോ ആളുകൾ ബാങ്ക് കേൾക്കുമ്പോൾ ഇങ്ങനെ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല, നമ്മൾ വേഗം ചെയ്യാൻ രണ്ട് റക്അത്ത് നമസ്കരിച്ച് വേഗം ഖുതുബ ശ്രവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. സാന്ദർഭികമായി സൂചിപ്പിച്ചു മാത്രം. പ്രിയപ്പെട്ടവരെ, സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിലേക്ക് ധന്യത കടന്നു വരുമ്പോൾ നമ്മൾ കൃത്യമായി നമ്മൾ മുറുകെ പിടിക്കേണ്ടുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അത് നമുക്ക് വലിയൊരു ശമനമാണ്. മാനസികമായി വല്ലാതെ അങ്ങനെ പ്രയാസപ്പെടുമ്പോൾ രണ്ടായത്ത് ഖുർആൻ ഓതിയാൽ നമ്മുടെ മനസ്സിൽ കിട്ടുന്ന ഒരു സമാധാനം അത് വേറെ തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ കേൾക്കുന്നതും അത് ഓതുന്നതും അത് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം പ്രതിഫലമാണ്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു പറയുന്നു, യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. മനുഷ്യരെ, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സതുപദേശവും മനസ്സുകളിലുള്ള രോഗത്തിന് ശമനവും ഇതാ നിങ്ങൾക്കിതാ വന്നു കിട്ടിയിരിക്കുന്നു എന്ന് അല്ലാഹു പറയാണ്. സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവും വന്നു കിട്ടിയിരിക്കുന്നു. പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ ഏറ്റവും വലിയ മരുന്ന് എന്നുള്ളത്. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ മെഡിസിൻ അത് പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ കൽബ് പിടക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങൾ ലോലമാകണം.
പരിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങൾ അറിയുന്ന വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വർഗത്തിന്റെ വചനമാണോ, സ്വർഗം അല്ലാഹുവോട് ചോദിക്കാൻ സാധ്യമാകണം. നരകത്തിന്റെ വചനങ്ങൾ കടന്നു പോകുമ്പോൾ ആ നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ധന്യത കടന്നു വന്നാൽ നമ്മൾ പൂർണ്ണമായും നമ്മൾ മുറുകെ പിടിക്കേണ്ടുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അതിനോട് വിമുഖത നമ്മൾ കാണിക്കരുത്. ദിവസത്തിൽ ഞാൻ ഒരു മുത്തുറിൽ അത് സൂചിപ്പിച്ചതാണ്, ദിവസത്തിൽ ഒരു പേജെങ്കിലും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. ഒരു പേജ് ഓതാൻ നിങ്ങൾക്ക് സമയമില്ലേ, ഒരു അര പേജെങ്കിലും അത് ഓതിക്കൊണ്ടേ ഒരു ദിവസം നമ്മൾ തള്ളിയിരിക്കാൻ പാടുള്ളൂ. പരിശുദ്ധ റമദാനിൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ ഓതേണ്ടത്. അടുത്ത പരിശുദ്ധ റമദാനിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല, അല്ലേ? അത്രയേറെ നൈമിഷികമാണ് നമ്മുടെ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, രണ്ട് മൂന്ന് വിഷയങ്ങൾ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെ പള്ളിയുടെ പല ഭാഗങ്ങളിലും ചോർച്ച അനുഭവപ്പെടുന്നതായി ഇവിടുത്തെ ആളുകൾ നമ്മോട് അറിയിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ വീട്ടിലൊരു ഒരു പ്രയാസം ഉണ്ട് എങ്കിൽ നമ്മൾ നമ്മുടെ വീടിനെ എത്രത്തോളം നമ്മൾ മനോഹരമാക്കാൻ അതിനു വേണ്ടി സമയം കണ്ടെത്തും, അല്ലേ? അപ്പൊ അതേപോലെ അല്ലാഹുവിന്റെ ഭവനമായ നമ്മുടെ പള്ളി, അതിനെ പരിപാലിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ പള്ളികളുമായി നിരന്തരം സാമ്പത്തികമായി സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സമ്പത്തിനൊക്കെ അഭിവൃദ്ധി പ്രദാനം ചെയ്യാൻ ആഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ മൊത്തത്തിലൊരു ഷീറ്റ് നമ്മൾ ഇടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഇട്ടെങ്കിൽ മാത്രമേ അത് പരിപൂർണമായി നിലനിൽക്കുള്ളൂ. ഇപ്പോൾ പല ഭാഗങ്ങളിലും മഴക്കാലാണ്, നമുക്കൊക്കെ അറിയാം, വെള്ളമൊക്കെ ചോർന്ന്, അല്ലെ? അത് പ്രയാസപ്പെട്ട് സ്ത്രീകളൊക്കെ പോകുന്ന ഭാഗത്താണ് ഉണ്ട് എന്ന് അറിയാൻ കഴിയും. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമ്പത്തിന്റെ ഒരു ചെറിയ വിഹിതം എത്രയാണ് നമ്മളെ കൊണ്ട് സാധിക്കുക, ആ ഒരു തുക നിങ്ങളെ കൊണ്ട് കഴിവിന്റെ പരമാവധി, പ്രത്യേകിച്ച് യാത്രക്കാരൊക്കെ ഇവിടെ വന്നു നിൽക്കുന്ന ആളുകളാണ്, നിങ്ങളെ കൊണ്ട് എന്താണോ സാധിക്കുന്ന ആ ഒരു സംഖ്യ നമ്മുടെ ഭാരവാഹികളെ നിങ്ങൾ അറിയിക്കുക. അത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ എന്റെ സമ്പത്തിൽ നിന്ന് എന്റെ വക എന്റെ റബ്ബിന്റെ ഭവനത്തിന് വേണ്ടി ഇന്ന ഒരു സംഖ്യ ഞാൻ തരാം എന്ന് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞാൽ ആ ഒരു പ്രയാസത്തെ നമുക്ക് ദൂരീകരിക്കുവാൻ സാധിക്കും എന്നാണ് നമ്മളെ കൂട്ടമായ പരിശ്രമം ഇവിടെ അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ പരൂർ ദാറുസ്സലാം മസ്ജിദിൽ കീഴിൽ ഇമാം ബുഖാരി റഹിമഹുള്ളാഹുമായി ബന്ധപ്പെട്ട് ഒരു മജ്‌ലിസുൽ ഇൽമ് നമ്മുടെ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ ഖാനിയുടെ ഒരു ക്ലാസ് ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും കുടുംബസമേതം ആ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ ശ്രമിക്കുക. നല്ല ഒരു പണ്ഡിതനാണ്, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ക്ലാസ് നല്ലൊരു വിഷയമാണ്, നമുക്ക് പഠിക്കാനുള്ളതാണ്. കുടുംബസമേതം നമ്മൾ എത്തിച്ചേരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ബുധനാഴ്ച എൻ്റെ ഉപ്പയും ഉമ്മയും ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ മക്കയിൽ പോയി ഉംറ നിർവഹിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായി കൊണ്ടുള്ള പ്രാർത്ഥന എല്ലാവരും നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ആരോഗ്യത്തോടു കൂടി അവിടെ പോയി ഉംറ നിർവഹിച്ച് തിരിച്ചു വരാനുള്ള ആരോഗ്യവും ബർക്കത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നിന്നും ഭാര്യമാരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപകട മരണങ്ങളിൽ നിന്നും അപകട രോഗങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت
السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمدا رسول الله حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة. الله أكبر الله أكبر لا إله إلا الله. استووا استقيموا.